ഷാലോമിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നാഗാലാൻഡ് മിഷനിലേക്ക് സ്വാഗതം. Nagaland is a very challenging mission because first and foremost, culturally, linguistically, racially, the people are totally different from the rest of India. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്കൻ ബാപ്റ്റിസ്റ്റുകൾ ഉഴുതുമറിച്ച നാഗാമണ്ണിലാണ് യഥാകാലം കത്തോലിക്ക മിഷൻ ദൈവവചനത്തിൻ്റെ വിത്തുകൾ വിതച്ചത്. ഗോത്ര സംസ്കൃതിയുടെ തനിമ നിലനിർത്തുന്ന 16 പ്രധാന വിഭാഗങ്ങളും 40 ഉപവിഭാഗങ്ങളും ഉൾപ്പെടുന്ന ബഹുസ്വരതയുടെ ഗോത്രഭൂമികയാണ് നാഗാലാൻഡ്. സ്വന്തം പാരമ്പര്യത്തിലും തനിമയിലും ഊറ്റം കൊള്ളുന്ന ഈ ജനത ഇന്ത്യൻ ദേശീയതയുടെ അഭിമാനം തന്നെയാണ്. ആയിരത്തി 1952 കാലത്താണ് നാഗാലാൻഡിലെ പ്രഥമ ജ്ഞാനസ്നാനം നടക്കുന്നത്. കൊഹിമയിലെ അങ്കാമി ഗോത്രത്തിൽ നിന്നും വോഖ ജില്ലയിലെ അതിർത്തി ഗ്രാമമായ ലക്കൂട്ടിയിലെ ലോത്ത ഗോത്രത്തിൽ നിന്നുമുള്ള ചില വിശ്വാസികളാണ് ഈ കൂദാശിയിലേക്ക് ആദ്യം കടന്നു വരുന്നത്. പിന്നീടുള്ള വർഷങ്ങളിൽ കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്ന നാഗന്മാരുടെ എണ്ണം മണൽത്തരി പോലെ പെരുകാൻ തുടങ്ങി. Salesians came to Northeast India in 1922, but it took a long time to come to Nagaland. Nagaland practically began in 1957. And we can't forget Father Marocchino was the first one to come and stay in the village of Kohima village.
He got a small house there, began to stay there, and began to slowly meet the people. And we began our work by opening school in Kohima. ഈ മഹത്തായ കൗദാശിക വിപ്ലവത്തിന് തുടക്കമിട്ട സലേഷ്യൻ മിഷണറിമാരെ, പ്രത്യേകിച്ച് ഫാദർ മറോക്കിനോയെ, കൂടുതൽ പ്രാർത്ഥനാ നിർഭരമായി സഭ ഇന്നും അനുസ്മരിക്കുന്നു. കൊഹിമ രൂപതയോട് ചേർന്നുള്ള സലേഷ്യൻ പ്രവർത്തനങ്ങൾ നാഗാലാൻഡിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മേഖലകളിലെ അവിഭാജ്യ ഘടകമാണ്. അത് ലളിതവും ആത്മാവിനാൽ പ്രേരിതവുമാണ്. And one thing that we found was there are no people to teach because no educated people were there. And so they began to bring teachers from Kerala, from Goa, from Bombay and other places to start the schools here. And that's how English medium started in Nagaland. These people from outside came who knew English and they began to teach. So the medium of education in Nagaland became English because of these people who came from outside. And they began to multiply the schools, starting from Kohima. They go to all many villages were given, like Konama they opened, in Josama they opened, like that they went spread. And they came to Dimapur also, and all other places they came. And one thing we did was to keep up to the culture of the people. We didn't want to destroy the culture. Although we taught them in English, we made them learn their own culture, especially their own traditions in their own language. Very often we saw festivities where they would come in their traditional dress. And all their festivities were celebrated with great enthusiasm in the schools also. That the children learn to come understand the English way of living or English way of speaking, but they never lost the touch with the land and with the people who are there. സലേഷ്യൻ മിഷണറിമാർ തുടങ്ങിവെച്ച ലാളിത്യം ഇന്നും തുടരുന്നതിൻ്റെ തെളിവാണ് ബോസ്കോം എന്ന ഈ ചെറുവിദ്യാലയം. സലേഷ്യനായ സെബാസ്റ്റ്യനച്ചൻ്റെ ഈ സംരംഭം ചേരിയിലെ ദരിദ്രരായ കുഞ്ഞുമക്കളുടെ വിദ്യാഭ്യാസത്തെ ഉദ്ദേശിച്ചാണ്. നാഗാലാൻഡിൽ കൂലിപ്പണി തേടി വരുന്ന നിർധനരും നിരാലംബരും നിരക്ഷരരുമായ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുഞ്ഞുങ്ങളെ കണ്ടെത്തി അവരെ അക്ഷരവിദ്യയുടെ പ്രകാശഗോപുരത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നു ഈ സർഗക്ഷേത്രം. ഞാൻ 2000-ൽ ദിമപ്പൂരിൽ പ്രൊവിൻഷ്യൽ ഹൗസിലെത്തി. അതിനു മുന്നേ ഞാൻ ഒരു 13 വർഷം ഡോൺ ബോസ്കോ ഹൈസ്കൂൾ ദിബ്രുഗറിൽ
ജോലി ചെയ്തു. പിന്നെ ഒരു 12 വർഷം ഡോൺ ബോസ്കോ ഹൈസ്കൂൾ ദിമപ്പൂരിലും ജോലി ചെയ്തു. പിന്നെ ഒരുവിധം റിട്ടയറായിട്ട് ഇവിടെ എത്തി. അപ്പോൾ കുറച്ച് ഒഴിവ് സമയമുള്ളപ്പോൾ ഞാൻ ഇവിടെയുള്ള റോട്ടിലും തെരുവിലൊക്കെ നടക്കും. അപ്പോൾ ധാരാളം പിള്ളേർ സ്കൂൾ ടൈമിങ്ങിൽ ഇവിടെ കളിച്ചുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോരുത്തരെ ഓടിച്ചും കൊണ്ടും സമയം അങ്ങനെ പാഴാക്കണം. അവരുടെ വയസ്സ് നോക്കിയാലൊക്കെ ചെറുപ്പക്കാർ ഹൈസ്കൂളിൽ അല്ലെങ്കിൽ പ്രൈമറി സ്കൂളിൽ പോകേണ്ട വയസ്സുകാരായിരുന്നു. പലരും ഉണ്ടായിരുന്നു അവിടെ. എന്നാൽ എനിക്ക് മനസ്സിലായി അവർക്ക് ഒരു അവസരം കിട്ടിയാൽ അവരൊക്കെ പഠിക്കും. പലതരത്തിലുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കാൻ വന്നത്. വരുന്നവരൊക്കെ ഒന്നിലെ എല്ലാവരും ജോലിക്കാരുടെ കുട്ടികളായിരുന്നു. അവരൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. ചിലരൊക്കെ അടുത്തുള്ള സ്റ്റേറ്റിൽ നിന്നും അല്ലെങ്കിൽ വേറെ അകലെയുള്ള സ്റ്റേറ്റിൽ നിന്നും ഒക്കെ വന്ന് ഇവിടെ താമസിക്കുകയാണ് വാടകയ്ക്ക്. അവരുടെ കുട്ടികൾക്ക് ജീവിക്കാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഒരു പ്രാവശ്യത്തെ മീൽ അധികാലത്ത് കൊടുക്കും. പിന്നെ അവരുടെ പാരൻസ് അത് കഴിഞ്ഞ് ജോലിക്ക് പോകും. തിരിച്ചു വരുമ്പോഴാണ് കുട്ടികളെ അന്വേഷിക്കുക. അപ്പോൾ അവരെ വിളിച്ച് എന്തെങ്കിലും രണ്ടാമത്തെ ഭക്ഷണം കൊടുക്കും രാത്രി. പിന്നെ അവർ ഉറങ്ങും. അങ്ങനെയായിരുന്നു അവരുടെ ജീവിതം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കുട്ടികൾക്ക് അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അവരൊരു ആൻറ്റി സോഷ്യൽ എലമെൻ്റായി മാറാനും വഴിയുണ്ട്. അതിനു പകരം അവരെ വിളിച്ച് ഒരു ചെറിയ സ്കൂളിൻ്റെ അംഗങ്ങളായി തീർത്ത് അവർക്ക് ഐഡൻറ്റിറ്റി കൊടുക്കുക, ഒരു യൂണിഫോം കൊടുക്കുക, ഒരു ID കൊടുക്കുക. അപ്പോൾ അത് കാണുമ്പോൾ എന്തെങ്കിലും കുറ്റം ചെയ്താലും ശരി പോലീസ് അവരെ പിടിച്ചു കൊണ്ടുപോകില്ല. അവർ കുറച്ച് പഠിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയും. അങ്ങനെ ഒരു ഗ്രൂപ്പായാൽ പിന്നെ അവർ വേണ്ടാത്തതിനൊന്നും പോകില്ല. അവർ പിന്നീട് ഒരു സ്റ്റേറ്റിനും സൊസൈറ്റിക്കും ഒരു ഉപകരമായി മാറും. അതുകൊണ്ടാണ് ഞാൻ ഇത് തുടങ്ങിയത്. അപ്പോൾ അന്ന് തുടങ്ങിയപ്പോൾ ഒരു സെൻറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കോൾഡ് ബോസ്കോ. ബോസ്കോ എന്ന് പറഞ്ഞാൽ ബോസ്കോ ഹോം. അതിൻ്റെ അനാഗ്രാം ചെറുപ്പത്തിൽ ചെറുതായിട്ട് പറഞ്ഞാൽ അത് ബോസ്കോ ഹോം. നമ്മുടെ ഡോൺ ബോസ്കോയുടെ വീട് പോലെ ആയി മാറ്റി. അതുപോലെ ഇപ്പോൾ എനിക്ക് 8 ചെറിയ സ്കൂളുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ 2 സ്കൂളിൻ്റെ സ്ഥലം വാങ്ങിച്ചതാണ്, സ്വന്തമാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ വാടകയും കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നു. ടീച്ചർമാരെയും വെച്ച് പഠിപ്പിക്കുന്നു. എന്നെക്കൊണ്ട് തന്നെ സാധിക്കില്ല. അന്നിപ്പോൾ ഒരു ടീച്ചറെ സഹായിക്കാനുണ്ടായിരുന്നുള്ളൂ. 400 രൂപ കൊടുത്തെങ്കിൽ ഇപ്പോൾ 20 ആൾക്കാരെന്നെ സഹായിക്കുന്നു. അവർക്ക് 4000 രൂപ വീതം മാസം കൊടുക്കണം. അത് തന്നെ ഒരു ബുദ്ധിമുട്ടായി വരണം. അപ്പോൾ അതുകൊണ്ട് ഇത് വലുതായി പോകണമെന്നില്ല. ഇത്രയ്ക്കും തന്നെ കൊണ്ടു നടക്കാൻ ഞാൻ വളരെയധികം ഉത്സാഹിക്കുന്നു. എൻ്റെ ആഗ്രഹവുമാണിത്. പല കുട്ടികൾക്കും പഠിക്കാനും ഒരു മാർഗം വേണം. അവിടെ പഠിച്ചതിന് ശേഷം പലരും അവരുടെ പ്രയത്നം കൊണ്ട് അവർ ഹൈസ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു. ചിലർ പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്തവരുമുണ്ട്. ചിലർക്ക് ചെറിയ ജോലികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇവർ ഇവിടെ ദിമപ്പൂർ സൊസൈറ്റിയിലെ ഒരു അംഗമായി തീരുന്നു. ഐതിഹ്യങ്ങളും പുരാണങ്ങളും ചരിത്രകഥകളും ഇഴപിരിഞ്ഞതാണ് ഈ ജനതയുടെ നാൾവഴികൾ. നാഗ എന്ന ബർമീസ് പദത്തിനർത്ഥം കാതിൽ തോടയണിഞ്ഞവർ എന്നാണ്. എന്നാൽ ചില പുരാണ കഥകളും നിലവിലുണ്ട്. നാഗരാജാവിൻ്റെ മകളായ ഉലുപ്പിയുടെ പിന്മുറക്കാരാണ് ഇവരെന്നറിയപ്പെടുന്നു. അതുപോലെ മറ്റൊരു കഥയും നിലവിലുണ്ട്. ഭീമൻ്റെ മകനായ ഘടോൽക്കജൻ്റെ പിന്മുറക്കാരാണ് ഇവർ എന്നും അറിയപ്പെടുന്നു. ഈ കഥകൾക്കുമപ്പുറമാണ് സഭയുടെ ചരിത്രത്തിലെ ചോര പൊടിയുന്ന ഏടുകൾ.
ആദിമകാലം മുതൽക്ക് തന്നെ സഭയുടെ വളർച്ച രക്തസാക്ഷികളിലൂടെയായിരുന്നു. അത് ഭാരതത്തിലും ആവർത്തിക്കപ്പെട്ടു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിശ്വാസ വളർച്ചയുടെ നിണമണിഞ്ഞ ഓർമ്മകളിൽ ചില സലേഷ്യൻ വൈദികരുമുണ്ട്. നിത്യതയുടെ ഈ കുടീരത്തിൽ ശാന്തമായി ഉറങ്ങുന്ന അവർക്ക് മുമ്പിൽ നമുക്കും നമ്രശിരസ്കരാവാം. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിച്ച ഈ വൈദികരും പ്രദേശമുള്ള ഈ സ്ഥലത്ത് ഇവിടെ നിൽക്കാനായിട്ട് സാധിച്ചത് നമുക്കെല്ലാവർക്കും ഒത്തിരി അനുഗ്രഹമാണുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് ഇവരുടെ മരണത്തിൽ സാക്ഷിയാകാനായിട്ട് സാധിച്ചു. മെയ് 15 2001 ങ്ങാരിയാൻ എന്ന സ്ഥലത്ത്, അത് 16 കിലോമീറ്റർ ഇംഫാൽ എന്നുള്ള സ്ഥലമാണ്, മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാലിൽ നിന്ന്. അവിടെ നിന്ന് വൈകുന്നേരം 5 മണിക്ക് ഒത്തിരി തീവ്രവാദികൾ ഞങ്ങളുടെ നോവിഷേറ്റ് ഹൗസിൽ വന്നു. ഞങ്ങളിന്ന് ഒരു സെമിനാറിലായിരുന്നു. റഫായൽ അച്ഛൻ, ഞങ്ങളുടെ മാസ്റ്റർ അച്ഛൻ, ഞങ്ങൾക്ക് കോൺഫറൻസ് ചെയ്തു തരുമായിരുന്നു. ആ സമയത്ത് ഇവർ വന്നിട്ട് അച്ഛന്മാരെ വിളിക്കുകയും, ആന്ത്രിയാസ് അച്ഛനാണ് ആദ്യം ചെന്നത്. അത് കഴിഞ്ഞിട്ട് ആന്ത്രിയാസ് അച്ഛൻ വന്നു. ഞങ്ങളെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആന്ത്രിയാസ് അച്ഛൻ വന്ന് റാഫാൽ അച്ഛനെ വിളിച്ചു. അവർ രണ്ടുപേരും കൂടി പുറത്തു പോയി കുറേ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അച്ഛനില്ലാത്ത കാരണം പുറത്തിറങ്ങി നോക്കിയപ്പോൾ കുറേ പേർ അവിടെ നിൽക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. അപ്പോൾ ബ്രദർ ഷിനു ഞങ്ങളുടെ അസിസ്റ്റൻ്റ് ആയിരുന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെല്ലാവരും അകത്തിരിക്കണം, പുറത്താരും പോകരുതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാവരും അകത്തിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എന്തോ പന്തികേട് തോന്നി. കാരണം അവിടെ വന്നിരുന്ന മനുഷ്യന്മാരെല്ലാം മുഖം മൂടി ഉണ്ടായിരുന്നു, അവരെ മുഖമൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളെല്ലാവരും അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് 6:30-7 മണി ആയതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് പോയി. പള്ളി എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്താണ്. ഇവർ സംസാരിക്കുന്നത് വേറൊരു കോർണറിലായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ 8 മണിക്കാണ് സാധാരണ അത്താഴം കഴിക്കാറുള്ളത്. അന്ന് ആ സമയത്ത് 7:55 ആയപ്പം ഞങ്ങൾ കേട്ടത് വെടിയുടെ ശബ്ദമാണ്. 3 പേരെയും വെടി വെച്ചുകൊണ്ടുള്ള നമ്മളെ പള്ളിപ്പെരുന്നാളിന് പടക്കം പൊട്ടിക്കുന്ന ആ ശബ്ദം. ഞങ്ങൾ ഉണ്ടായിരുന്ന എല്ലാവരും, പ്രദേശം എല്ലാവരും, സെമിനേരിയിൽ നോവിസസ് എല്ലാവരും ഒച്ച കേട്ട ഉടനെ ഞങ്ങൾ ഓടിച്ചെന്നത് ഞങ്ങളുടെ ഈ 3 മാസ്റ്റേഴ്സ്, ഞങ്ങളുടെ സോച്ചിയൂസ്, ഞങ്ങളുടെ അസിസ്റ്റൻ്റ്, അവർ രക്തത്തിൽ കുതിർന്ന് കിടക്കുന്ന ആ സീനാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങളൊന്നും ചിന്തിച്ചില്ല. ഞങ്ങളെല്ലാവരും ഓടിച്ചെന്ന് അവരെ പൊക്കിയെടുത്ത് ഞങ്ങളുടെ വീടിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാം വാതിലെല്ലാം അടച്ചു. അന്ന് ഈ മെയ് മാസം ആയതുകൊണ്ട് മഴ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ പുറത്ത് നോക്കിയാൽ കാണാം എന്തോ ലൈറ്റ് ഉള്ളത് പോലെ, ടോർച്ച് എന്തോ അടിക്കുന്നത് പോലെ തോന്നിയുകൊണ്ട് ഞങ്ങളാരോ പറഞ്ഞു അവർ പിന്നെയും കയറി വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആ ശരീരം വരാന്തയിൽ വെച്ചിട്ട് ഞങ്ങൾ ഓടി ഒളിച്ചു. 7:50 തൊട്ട് 8:50 വരെ സംഭവിച്ച ആ നിമിഷങ്ങൾ ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നു. കാരണം അന്ന് ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. ഞങ്ങളുടെ സുപ്പീരിയേഴ്സായ ഈ 3 പേരും ഇല്ലാതെ ഞങ്ങൾ ആ നിമിഷങ്ങൾ കടന്നുപോയി. ആ ദിവസം, ആ സമയം ഞങ്ങളെല്ലാവരും ഓടി ഒളിക്കുകയാണ് ചെയ്തത്. പേടി കാരണം ഓടി ഒളിച്ചു. ഒരു 10 മണിയായപ്പോൾ ആരുടെയും ശബ്ദമൊന്നും കേൾക്കാത്ത കാരണം ഞങ്ങൾ കുറച്ച് പേര് പുറത്തിറങ്ങി വന്നു. എന്നിട്ട് ഞങ്ങൾ ഫോൺ നോക്കി, ഫോൺ ലൈൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചിലർ മുൻകൈ എടുത്ത് അടുത്ത് ഉള്ള ഇടവകയിലോട്ട് ഓടി. അത് പാടത്തിലൂടെ ഓടി 3 പേർ ഓടി അവിടെ അവരെ വികാരച്ചനെ കാര്യം ധരിപ്പിക്കുകയും ചെയ്തു. മറ്റുള്ളവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് 11:45 കാണണം വൈകുന്നേരം. അതുവരെ ഞങ്ങൾ ഈ ശരീരത്തിൻ്റെ മുമ്പിൽ, ഈ ഞങ്ങളുടെ
ഈ മാസ്റ്റേഴ്സിൻ്റെയും സോച്ചുവിൻ്റെയും അസിസ്റ്റൻ്റെയും മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം. അതുപോലെ തന്നെ നെടുമറ്റത്തിൽ ജോസ് അച്ഛൻ, NV ജോസ് അച്ഛൻ്റെ കബറിടമാണ് ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അച്ഛൻ 22 നവംബർ 1997 മറാം മണിപ്പൂർ എന്ന സ്ഥലത്ത് വെടിയേറ്റ് മരിച്ച ഒരു വൈദികനാണ്. അച്ഛൻ സ്കൂളുകളിലെ പ്രിൻസിപ്പളായിരുന്നു. ഒരു പയ്യനെ എന്തോ ഡിസിപ്ലിൻ കാര്യത്തിന് എന്തോ ശാസിച്ചപ്പോൾ അതിൻ്റെ പകരമായിട്ട് അവൻ വന്ന് അവൻ്റെ കൂട്ടുകാരനായിട്ട് വന്ന് വെടിവെച്ച് കൊന്ന ഒരു അച്ഛനാണ് നെടുമറ്റത്തെ ജോസ് അച്ഛൻ. We have so many missionaries here who have left everything and have given their life for the sake of the faith of the people here. We have to pray to them first, and then we also pray for the missionaries who are still working here, that God may bless them, God may give them all the courage and strength to continue God's mission, and pray to them especially that we may live our life of missionary that is pleasing to the Lord Jesus Christ and Him only. God will make a way where there seems to be no way. He walks in ways we cannot see. He will make a way for me. He will be my guide. Hold me closely to His side. With love and strength for its new day, He will make a way. He will make a way. By a road in the wilderness, He will lead me. And rivers in the desert will I see. Heaven and earth will fade, but His word will still remain. And He will do something new today. God will make a way where there seems to be no way. He walks in ways we cannot see. He will make a way for me. He will be my guide. Hold me closely to His side. With love and strength for its new day, He will make a way. He will make a way. നാഗാലാൻഡ് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണും വരേക്കും ദൈവനാമത്തിൽ ഏവർക്കും നന്ദി, നമസ്കാരം.